ഇടുക്കി വണ്ടിപ്പെരിയാർ തങ്കമല എസ്റ്റേറ്റിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചു. മൂന്നാർ പമ്പൻ മലയിൽ നിന്നും പിടികൂടി പെരിയാർ സങ്കേതത്തിൽ തുറന്നുവിട്ട കടുവയാണ് വീണ്ടും ജനവാസ മേഖലയിലെത്തിയത്. രണ്ടിടത്താണ് കൂട് സ്ഥാപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ മാസം 31-നാണ് മൂന്നാറിന് സമീപം പാമ്പൻ മലയിൽ ഇറങ്ങിയ കടുവയെ വനംവകുപ്പ് പിടികൂടിയത്. 2-ാം തീയതി കടുവയെ പെരിയാർ കടുവാ സങ്കേതത്തിൽ തുറന്നുവിട്ടു. ഈ കടുവയാണ് വീണ്ടും ജനവാസ മേഖലയിൽ എത്തിയിരിക്കുന്നത്. തങ്കമല, മൂലക്കയം, മാട്ടുപ്പെട്ടി 6-ാം നമ്പർ ഭാഗത്ത് പ്രദേശവാസിയായ ശേഖർ എന്നയാൾ ശനിയാഴ്ച രാത്രി 10-ഓടെ കടുവ തേയിലത്തോട്ടത്തിലേക്ക് എടുത്തു ചാടുന്നത് കണ്ടു. ഈ വിവരം നാട്ടുകാർ ഉടൻ തന്നെ വനപാലകരെ അറിയിച്ചു. റേഡിയോ കോളർ ഉള്ളതിനാൽ ജനവാസ മേഖലയിലെത്തിയത് മൂന്നാറിൽ നിന്നും പിടികൂടിയ കടുവയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിൽ തങ്കമല, മാട്ടുപ്പെട്ടി 6-ാം നമ്പർ ഭാഗത്ത് കടുവയുള്ളതായിട്ടാണ് റേഡിയോ കോളറിൽ നിന്നും വിവരം. തേയിലത്തോട്ടത്തിൽ 800-ഓളം തൊഴിലാളികൾ പണിയെടുക്കുക ആദിവാസി കോളനി തൊട്ടടുത്തുണ്ട്. 5-ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ നടന്നാണ് ഇവിടുന്ന് വണ്ടിപ്പെരിയാർ 7-8 കിലോമീറ്റർ നടന്ന് വണ്ടിപ്പെരിയാറ്റിൽ പോയി വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നത്. അപ്പോൾ ഇത്തരം തരത്തിൽ ഈ കടുവയെക്കുറിച്ചൊരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഏതോ അക്രമം ചെയ്തൊരു കടുവയെ അന്യ സ്ഥലത്തുനിന്ന് ഇവിടെ കൊണ്ടാക്കി എന്നാണ് പറയുന്നത്. കടുവ വീണ്ടും വനമേഖലയിലേക്ക് മടങ്ങുമെന്ന പ്രതീക്ഷയിലാണ് വനംവകുപ്പ്. മുൻകരുതൽ എന്ന നിലയിൽ പ്രദേശത്ത് 2 കൂടുകൾ വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. 5ഓളം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരും വിവിധ RRT, വൈപ്പാർ ടീം അംഗങ്ങൾ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങി 100ഓളം പേർ വരുന്ന സംഘം വിവിധ ഭാഗങ്ങളിലായി ക്യാമ്പ് ചെയ്തു വരികയാണ്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.